നമസ്കാരം. അപ്പോ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഏറ്റവും തരംഗമായി നിൽക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഒരുപാട് മെസ്സേജ്, സത്യം പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. അൻസിബ ഔട്ടായ ചേട്ടൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ഇതുവരെ ഒരു സീസൺ 2 തൊട്ട് സീസൺ 3 തൊട്ട് ഞാൻ ഇതുവരെ എവിക്ഷൻ സംഭവങ്ങൾ പറഞ്ഞിട്ടൊന്നും തെറ്റിയിട്ടില്ല. ഏറ്റവും ഫ്രണ്ടിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം തന്നെ നമുക്കത് പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള സോഴ്സാണ്. ഇതുവരെ കിട്ടാൻ തെറ്റിയിട്ടില്ല, മാറിയിട്ടുമില്ല. അപ്പൊ ഇന്നത്തെ എവിക്ഷൻ അപ്സര എവിക്റ്റ് ആയി എന്നുള്ളൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ അവരുടെ ചോദിച്ചു, മറ്റേതെങ്കിലും എവിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല, അത് ഇനി അടുത്ത ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഇപ്പോഴേ നമ്മൾ അറിഞ്ഞത് അപ്സര മാത്രം ഔട്ടായി എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഈ പറയുന്ന അൻസിബയും പുറത്തായി എന്ന് പറയുമ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയെ പിന്നീട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിട്ടാണ് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്തിരിക്കട്ടും കഴിയുന്നില്ല. ഇത്രയും നേരം വീഡിയോ ഇടാത്തതും അതുകൊണ്ടാണ്. കാരണം എനിക്ക് വിശ്വാസം വരാതെ, എനിക്ക് കിട്ടുന്ന ആ ജെന്യൂൻ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് കിട്ടാതെ ഞാൻ ഒരിക്കലും കൺഫർമേഷൻ പറയത്തില്ല. മനസ്സിലായി? ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എനിക്കതങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. ചിലപ്പം മേ ബി ഔട്ടായി കാണും. എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പം തോന്നുന്നു ചിലപ്പോൾ ഔട്ടായി കാണും. കാരണം അല്ലെങ്കിൽ ഇത്രയും യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇത്രയും പിന്നീട് സോഷ്യൽ മീഡിയ ഹാൻഡിലർ അവരൊന്നും ഇങ്ങനെ ഒരു തറപ്പിച്ചുകൊണ്ടുള്ള ഒരു ന്യൂസ് ഇടാറില്ല. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംമാതിരി ഇതിനു മുമ്പുള്ള പോസ്റ്റുകൾ ഇതുപോലെ ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സീസൺ തന്നെ നമുക്ക് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങോട്ട് കൺഫർമേഷൻ പറയാനും പറ്റുന്നില്ല. കാരണം ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എവിടെയെങ്കിലും സോഴ്സിൽ കിട്ടിക്കാണാം ഇത് ഔട്ടായി എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്റെ സോഴ്സിൽ നിന്ന് എനിക്കറിയണം. അല്ലാതെ വേറെ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. എന്റെ സോഴ്സിൽ നിന്ന് എനിക്കറിയാം. കാരണം ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള പല കാരണങ്ങളും. ഒന്ന്, നമ്മുടെ യൂട്യൂബ് പോളുകൾ നോക്കിയാലും അൺഒഫീഷ്യൽ പോളുകൾ നോക്കിയാലും ആദ്യം മുതൽ തന്നെ ഒരുപാട് ലീഡായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് അൻസിബ. അൻസിബ ഇങ്ങനെ ഔട്ടായിട്ട് ഭയങ്കര അത്ഭുതമാണ്. ഇതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതായത് കുട്ടി അഖിലിന്റെ ആ ഒരു എവിക്ഷൻ, അതുപോലെ തന്നെ സീസൺ 6 നമ്മുടെ പിന്നീട് ഇവന്റെ വിഷ്ണുവിന്റെ എവിക്ഷൻ, അതൊക്കെ നമ്മൾ യൂട്യൂബ് പോളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് സംഭവിച്ചത്. ഇല്ലാന്നല്ല, ഒന്നുകിൽ എന്തോ ഒരു ചതി ഇതിനിടയിൽ നടന്നിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് പോള് ഇടുന്ന ആൾക്കാർ വെറും യൂട്യൂബ് പോളുകൾ മാത്രമേ ഇടുന്നുള്ളൂ. ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ഇടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ വിളിച്ചപ്പോൾ ഹോട്ട്സ്റ്റാറിൽ വിളിച്ചു ചോദിച്ചപ്പോഴും അവിടെയും ഈ അൻസിബയ്ക്ക് വോട്ടുണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ തെറ്റാറില്ലാത്തതാണ്. പക്ഷെ അത് എങ്ങനെ തിരിമറിയാണ് നടന്നിരിക്കുന്നത്, ഇതിപ്പോ ഈ കേൾക്കുന്നത് സത്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ആയിരിക്കാം ഇത്രയും ന്യൂസസും ഇത്രയും ഈ പറയുന്ന വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ആധികാരികമായിട്ട് ആരും പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ ആധികാരികമായിട്ട് കൺഫേംഡ് ആണ് എന്നുള്ള രീതി ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഇതുവരെ കിട്ടിയ ജെന്യൂൻ സോഴ്സിൽ നിന്ന് എനിക്ക് ആ ഒരു സംഭവം കിട്ടണം. അതെനിക്ക് ഇത്രയും കിട്ടില്ല. പുള്ളിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഇതിന് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ തന്നേനെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ ഭയങ്കര ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനാണ്. അതുമല്ല, ഞെട്ടിക്കുന്ന എവിക്ഷനുമാണ്. ഇതിനിടയിൽ എന്തെങ്കിലും കള്ളക്കളികൾ നടന്നിട്ടുണ്ടോ, ആരെങ്കിലും ഇതിനകത്ത് കളിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സംശയിച്ച് പോകേണ്ടതായിട്ടിരിക്കുന്നു. കാരണം അൻസിബയെ പോലുള്ള ഒരു വ്യക്തി ഇത്രയും വോട്ട് ഷെയർ പിടിച്ചുകൊണ്ടിരുന്ന വ്യക്തി, അതായത് ജിൻഡോ ഉൾപ്പെടെ, ജിൻഡോ, ജാസ്മിൻ, അൻസിബ, അങ്ങനെയുള്ള ചിലവർ പറയും ഈ പറയുന്ന ജാസ്മിന്റെ ഹേറ്റേഴ്സാണ് അൻസിബയ്ക്കുള്ള വോട്ട് എന്നുള്ളത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. പക്ഷെ ജിൻഡോയുമായിട്ട് നമ്മൾ പോളിടുമ്പോഴേ ജിൻഡോ ഈ പറയുന്ന അല്ലെങ്കിൽ ജിൻഡോ ഈ പറയുന്ന ആരാണ് നമ്മുടെ ജാസ്മിനും അൻസിബയും മാത്രമാണ് നമ്മൾ പോളിടുന്നതെങ്കിൽ അവിടെ അൻസിബയ്ക്ക് വോട്ട് കൂടുതൽ നിന്ന് നമുക്കറിയാം. ചിലപ്പോൾ ജിൻഡോയുടെ പിന്നീട് എന്താണ് ഫോളോവേഴ്സ്, അവനെ ഇഷ്ടപ്പെടുന്നവര് ഈ ജിൻഡോ ഇല്ലാത്തത് കൊണ്ട് അൻസിബയ്ക്ക് കുത്തി കൊടുത്തു അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ടിട്ടു എന്ന് നമുക്കരുതാം. പക്ഷെ ഇവിടെ ജിൻഡോ ഉൾപ്പെടെയുള്ള പോളിംഗിൽ കൂടി പിന്നീട് അൻസിബയ്ക്ക് നല്ല ഒരു ശതമാനം ലീഡുണ്ട്. അതുമല്ല, ഈ പറയുന്ന മുടിയനേക്കാളും ഈ പറയുന്ന ശ്രീധുവിനേക്കാളും ഒരുപാട് മുന്നിലായിരുന്നു. അതിപ്പം യൂട്യൂബ് പോളായാലും ശരി തന്നെയാണ്, ഈ പറയുന്ന അൺഒഫീഷ്യൽ പോളുകളായാലും ശരിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആയിരിക്കും, ഞാൻ എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞ ഇത്രയും വീഡിയോസ് വന്ന ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തായാലും കൺഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഞാൻ വന്ന് എന്തായാലും തരുന്നതായിരിക്കും. എന്തായാലും ഇത് എന്തോ ഒരു കള്ളക്കളി നടന്നതായിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി, മറ്റാരെയോ ടോപ്പ് 1 എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു മറിമായം ഇവിടെ നടന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് ബാക്കിൽ വരുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.